Voice of Marketing, in touch with positive people. ഒരു സെയിൽസ് പ്രൊഫഷൻ അറിഞ്ഞിരിക്കേണ്ട വെർബൽ ആയിട്ടുള്ള ബൈയിങ് സിഗ്നലുകൾ എന്തൊക്കെയാണ്? ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, അവരുടെ സംസാര രീതി എന്ന് ആ രീതിയിലേക്ക് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ, ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വിചാരിക്കാം അയാൾ നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ആണ്, അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പറ്റണം. പൂർണ്ണമായിട്ടും കസ്റ്റമർ നിങ്ങൾ എന്ത് പറയുന്നോ അത് ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കസ്റ്റമറോട് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് പറ്റണം. പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ, ആ പ്രോഡക്റ്റിലേക്ക്, ആ പ്രോഡക്റ്റിന്റെ ബൈയിങ്ങിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് ഇരുന്ന് കസ്റ്റമറോട് ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോ ആദ്യത്തെ ഒരു പോയിന്റ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാം. തുടർന്ന് ഓരോ വെർബലും നോൺ വെർബലും ആയിട്ടുള്ള ബൈയിങ് സിഗ്നലുകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു സെയിൽസ് പ്രൊഫഷൻ അറിഞ്ഞിരിക്കേണ്ട ആദ്യമായിട്ടുള്ള വെർബൽ ബൈയിങ് സിഗ്നൽ എന്ന് പറയുന്നത് ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻ. ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻ. എങ്ങനെ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും? പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കസ്റ്റമർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡീറ്റെയിൽ കൊടുത്ത്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അയാൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം, അതിനുശേഷം വേറൊരു ബ്രാൻഡിലേക്ക് വേറൊരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം കൊണ്ടാണ് അയാൾ ആ പ്രോഡക്റ്റ് മാറാൻ തീരുമാനിച്ചത്, വാങ്ങിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് കയറി ചെല്ലാൻ സാധിക്കും. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, മാനസിക തലം, ഓരോ വ്യക്തികളുടെ മാനസിക തലങ്ങൾ വളരെ വിഭിന്നമായിരിക്കും. അവരിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ പെയിൻ പോയിന്റിലേക്ക് ആർക്ക് എത്തിച്ചേരാൻ സാധിക്കണം? ഒരു സെയിൽസ് പേഴ്സണ് എത്തിച്ചേരാൻ സാധിക്കുമ്പോൾ ആ സെയിൽ ക്ലോസ് ചെയ്യും. ഇവിടെ നമുക്ക് ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ കസ്റ്റമർ അടുത്ത് ചോദിക്കണം. ഒരു 2-3 എക്സാമ്പിൾ പറയാം. ഒരു വാട്ടർ പ്യൂരിഫയർ അയാൾ ഉപയോഗിച്ചുകൊണ്ട്, ആ പ്യൂരിഫയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കംപ്ലൈന്റ് ഒന്നും വിചാരിക്കുക. ആ കംപ്ലൈന്റ്, ആ പ്രോബ്ലം വന്നവര്, ആ കമ്പനിക്കാര് അവിടെ കൃത്യമായിട്ട് സർവീസ് കൊടുത്ത് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ വിളിച്ചാൽ ഞങ്ങൾ പിന്നെ ഒരു ദിവസം, അടുത്ത ദിവസം വരാം എന്ന് പറയുന്നു, അടുത്ത ദിവസം എത്തുന്നില്ല. അപ്പൊ കസ്റ്റമർ 20,000, 25,000, 10,000 കൊടുത്ത് വാങ്ങിച്ചു വെച്ച ഒരു വാട്ടർ പ്യൂരിഫയർ ആയി. എന്തിനാണ് അദ്ദേഹം വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചിരിക്കുന്നത്? നല്ല വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല വെള്ളം കുടിക്കാൻ സാധിക്കുക എന്നുള്ളത്, നല്ല പച്ചവെള്ളം കിട്ടുക എന്നുള്ളത്, അല്ലെ? ഇല്ലാത്ത കാശ് കൊടുത്തിട്ട് ഒരു പ്യൂരിഫയർ വാങ്ങിച്ച് വീട്ടില് അടുക്കളയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കംപ്ലൈന്റ് വന്നു. അത് വാങ്ങിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ സ്പോട്ടിൽ വന്ന് അപ്പൊ തന്നെ ഞങ്ങൾ മാറ്റിത്തരും. ഞങ്ങളുടെ സർവീസ് 24 hours ഉണ്ട്. ചിലപ്പോ അവിടെ വലിയൊരു ഫങ്ഷൻ നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ മകളുടെ കല്യാണത്തിന്റെ ഒരു തലേ ദിവസം ചിലപ്പോ കംപ്ലൈന്റ് വന്നു, മാറ്റി അവരെ വിളിക്കുന്നു, അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്, നമ്മളൊന്നും വെള്ളം, ഇവിടുത്തെ വെള്ളം അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പ്യൂരിഫിക്കേഷൻ പ്യൂരിഫൈ വാട്ടറാണ് കൊടുക്കാൻ പറ്റും, നിങ്ങൾ പെട്ടെന്നൊന്ന് ശരിയാക്കണം. ഞങ്ങൾ വന്നേക്കാം. നമ്മൾ ഒരു കസ്റ്റമറോട് ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിലൊരു സത്യസന്ധതയും മാനവികതയും നന്മയും ഉണ്ടായിരിക്കും. ആ വാക്ക് പാലിക്കാൻ നമുക്ക് പറ്റണം.
ഇത് പല സർവീസ് മേഖലയിലും ഇൻഡസ്ട്രിയിലും പറ്റുന്നത് സർവീസ് ആയിട്ട് ഒരു പ്രോഡക്റ്റിന് കൃത്യമായിട്ട് സർവീസ് കൊടുക്കാൻ ഈ പറഞ്ഞ സെയിൽസ് പേഴ്സണ് അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്ത ശേഷം അവരുടെ കസ്റ്റമർ സർവീസ് വിങ്ങിന് അവരുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ പരാജയമാണ്. ഒരിക്കലും ഒരു കസ്റ്റമർ പല ഉപഭോക്തൃ കോടതിയിലേക്ക് കസ്റ്റമർ കയറി ചില ആൾക്കാർക്ക് സമയമില്ലെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നല്ല കൃത്യമായിട്ട് സർവീസ് കൊടുക്കാത്തത് തന്നെ. അപ്പൊ ഒരു കസ്റ്റമറെ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്? അല്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സൺ ടെക്നിക്കായിട്ട് വിങ്ങായ അല്ലെങ്കിൽ നോളജ് ഉള്ള ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അവിടെ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കണം ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു, ആ കാറ് വാങ്ങിച്ച ശേഷം അവൻ പറഞ്ഞ ഒരു കണ്ടീഷനുള്ള സർവീസ് ഒക്കെ ഒന്നല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ എക്സ്പെൻസ് വരുന്ന സർവീസ്. അവര് കാറ് സർവീസിന് വേണ്ടി ഷോറൂമിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്ന സമയത്ത് തരുന്നില്ല. അവർ എക്സ്ട്രാ പേയ്മെന്റുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷനും വിഭിന്നമായിട്ട് ആദ്യം 5000 രൂപയ്ക്ക് സർവീസ് കഴിയും എന്ന് പറഞ്ഞ കസ്റ്റമറെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ച വാഹനം അവര് എക്സ്ട്രാ എക്സ്പെൻസുകൾ വരുന്നു 10,000 രൂപയുടെ ബില്ല് കൊടുക്കും. ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവിടെ ഒരു ഇഷ്യൂ വരും. പിന്നെ സർവീസ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു വാഹനം കൊണ്ട് ഈ കാറ് കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞിട്ടും അത് സർവീസ് ചെയ്ത് കിട്ടാതെ വരും. പറയുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതൽ അവർ ചോദിക്കാതെ തന്നെ ഓരോ വർക്കുകൾ ചെയ്യുക, അത് അങ്ങനെയുള്ള ഇഷ്യൂകളൊക്കെ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ചെയ്യുന്നവരാണെങ്കിലും കസ്റ്റമറെ പ്രയാസപ്പെടുത്താതെ അവരിൽ നിന്നും അനാവശ്യമായിട്ട് പണം പിന്നെയും കവർന്നെടുക്കുന്ന ഒരു സിസ്റ്റം, നല്ല പെരുമാറ്റമില്ലാത്ത സിസ്റ്റം, ഇതൊക്കെ കസ്റ്റമർ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് അതിൽ നിന്നും മാറിക്കൊടുക്കുക, അതിൽ നിന്നും മാറി വേറെ മേഖലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു കാറ് വാങ്ങിച്ചിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളി ആ കാറ് വിറ്റ് വേറൊരു സെഗ്മെന്റിലേക്ക് പോയി. നല്ലൊരു മേഖലയായിരുന്നു, നല്ലൊരു കാറായിരുന്നു. പക്ഷെ ഈ ഒരു സർവീസിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ആ കാറ് വിൽക്കേണ്ടി വന്ന അവസ്ഥയാണ്. അതായത് കാറ് നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ തന്നെ അത് വിറ്റ് പോകുമ്പോഴുള്ള എഴുതന്റെ എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി കാണാം അല്ലെ. അതുപോലെ പ്രതീക്ഷയോടെ എനിക്കൊരു വാഹനം വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു നമ്മുടെ വീട്ടിലേക്ക്, ക്ലോത്തുകളൊക്കെ അലക്കി നമുക്ക് അത് ഡ്രൈ ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള സെയിൽസ് പേഴ്സൺ പറഞ്ഞ് അത് വാങ്ങിച്ച ശേഷം പിന്നെ അത് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് സർവീസ് മേഖലയിൽ പ്രശ്നങ്ങൾ വരും. പിന്നെ അത് അവരെ വിളിക്കുമ്പോൾ അവർ വന്ന് ശരിയാക്കി തരും. ഞങ്ങൾ കമ്പനി അറിയിച്ചിട്ടുണ്ട്, കസ്റ്റമർ കെയർ വിളിച്ചിട്ടുണ്ട്, അവര് വരും. ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ തന്നെ കസ്റ്റമർ പെട്ടെന്ന് വെത്തുപോകും. അതുകൊണ്ട് ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻ, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറോട് ചോദിക്കേണ്ടത്? അയാൾ ആദ്യമായി ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: സാർ, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ത് പ്രശ്നമാണ്? ആ കസ്റ്റമർ എന്തായിരിക്കും പറയാ? സർവീസ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് വളരെ മോശമാണ്, കൃത്യമായിട്ട് സർവീസ് ആരും തരുന്നില്ല. വീണ്ടും അയാൾ തുടരുന്നു: നല്ല സർവീസ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഒരുക്കമുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? സെയിൽസ് പേഴ്സണോട് കസ്റ്റമർ ചോദിക്കുകയാണ്. ഇതൊരു നല്ല ബൈയിങ് സിഗ്നലാണ്. അപ്പൊ ബൈയിങ് സിഗ്നലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ബൈയിങ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വെർബലി നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാണ്, ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നതിലേക്കുള്ള വഴി തെളിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞത്.
അങ്ങനെ ഒരു കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ വളരെ സഡൻ ആയിട്ട് തന്നെ വളരെയധികം കൃത്യമായിട്ട് തന്നെ അതൊരു ആ സെയിൽസ് ക്ലോസിംഗിലേക്ക് കയറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഡൗട്ടുമില്ല. പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻ കസ്റ്റമറോട്, മുന്നിലിരിക്കുന്ന കസ്റ്റമറോട് ചോദിക്കാൻ സാധിക്കും. അല്ലാതെ വെറുതെ വാതോരാതെ പ്രോഡക്റ്റിന്റെ നോളജ്, പ്രോഡക്റ്റ് ഇത്, പ്രൈസ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അയാൾ അനുഭവിക്കുന്ന, അയാൾക്ക് വേണ്ട പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഫീലിങ്ങോടെ, ഹൃദയം കൊണ്ട് ആ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ആ സെയിൽ ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അത് സെയിൽസ് ക്ലോസിംഗിലേക്ക് എത്തും. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബൈയിങ് സിഗ്നലിന്റെ അടുത്ത ഏരിയയെ കുറിച്ചിട്ട് പരിചയപ്പെടാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.